ഇപ്പോൾ എക്സെൻഡറാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സെൻഡർ വഴി ഞാൻ പറയാം, കാരണം നിങ്ങൾ വിചാരിക്കും അപ്പം ഞാൻ എക്സെൻഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സെൻഡർ ചൈനീസ് ആപ്ലിക്കേഷൻ ആണോ? പബ്ജി ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പോവാണ്. പബ്ജി സത്യം പബ്ജി കളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പബ്ജി കളയാൻ കാര്യം എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പലർക്കും ഉയർത്തിയ ഡൗട്ട്സ് ആണ്. ചൈനയും ഇന്ത്യയായിട്ടുള്ള പ്രശ്നം സംബന്ധിച്ച് ചൈനീസ് ആപ്പുകൾ നമ്മൾ ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടോ, നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണോ, പബ്ജി ചൈനയിലെ ആപ്ലിക്കേഷൻ ആണോ, അതോ പബ്ജി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തില്ലേ നമ്മുടെ ഡേറ്റ ചോർക്കപ്പെടുമോ, അങ്ങനെ കുറേ ഡൗട്ട്സുകളുണ്ട്. അപ്പം ഏതൊക്കെയാണ് ചൈനീസ് ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണോ, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ കുറച്ച് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്, അതെന്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, അങ്ങനെ കുറേ നമ്മൾ നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യത്തെ ടോപ്പ് ആയിട്ടുള്ള ഇന്ത്യയിലെ 10 ചൈനീസ് ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ 10 ആപ്ലിക്കേഷനും ഒരു ഭൂരിഭാഗം എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻ. അതിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ള 2 ചൈനീസ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെല്ലാവരും കളിക്കുന്ന പബ്ജി, രണ്ടാമത് ടിക്ടോക്ക് ആണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 2 ടോപ്പ് ആപ്ലിക്കേഷനും ചൈനയുടെ ആപ്ലിക്കേഷനാണ്. ചിലർക്ക് ഡൗട്ട് ഉണ്ട് പബ്ജി ചൈനയുടെ ആപ്ലിക്കേഷനാണ്, അപ്പം സൗത്ത് കൊറിയ, ചിലർ നോർത്ത് കൊറിയ, ചിലർ അമേരിക്ക, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് മൊത്തം നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ വീതം പരിചയപ്പെടാം, ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ചൈനീസ് ആപ്ലിക്കേഷൻ എന്ന്. ഫസ്റ്റ് തന്നെ പറഞ്ഞത് ടിക്ടോക്ക് ഒരു പക്ക ചൈനീസ് ആപ്ലിക്കേഷനാണ്. അതായത് അവർ വേറെ കമ്പനി ചൈനയിലേക്ക് വന്നു അങ്ങനെയൊന്നുമല്ല, ടിക്ടോക്ക് പക്ക ചൈനീസ് ആപ്ലിക്കേഷൻ. അപ്പം ചൈനീസ് ആപ്ലിക്കേഷൻ എനിക്ക് ടിക്ടോക്ക് വേണമെങ്കിൽ ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കളയണം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. അത് തന്നെ പറയാം, ടിക്ടോക്ക് പക്ക ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അപ്പം ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ആണ്. പിന്നെ നമുക്ക് പബ്ജിയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് വഴിയെ പറയാം. ഇപ്പോൾ രണ്ടാമത്തെ ടോപ്പ് ആപ്ലിക്കേഷൻ നോക്കാം. രണ്ടാമത്തത് ഹലോ. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ്, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ യൂസ് ചെയ്യുക. ഞാനും ഇപ്പോൾ ഏറ്റവും ഹൈലി യൂസ് ചെയ്യുന്നത് ഹലോയാണ്. എൻ്റെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഹലോ എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ ഹലോ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ്. കാരണം നമ്മൾ ഇന്ത്യയിൽ വെച്ച് ഇവർ കൊള്ള ലാഭം ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ കമ്പനിക്ക് ലാഭം കിട്ടുമ്പം ആ ഒരു രാജ്യത്തിനും വൻ ലാഭങ്ങളാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയെ അവർ തകർത്തുകൊണ്ട് എന്തും വേണ്ടിയില്ല. ഇപ്പം ഇവിടെ വരുന്ന ടോയ്സ് ആപ്ലിക്കേഷൻസ്, പല ഫേമസ് ആപ്ലിക്കേഷനിൽ നിന്ന് വമ്പൻ ലാഭങ്ങളും ചൈനയ്ക്ക് പോവുകയാണ്. അപ്പം എന്നിട്ട് ഇത്രയും ലാഭം കിട്ടിയിട്ട് അവർ നമുക്കിട്ട് തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിയാണ്. ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടാണ് പലരും പല ഫേമസ് ചൈനീസ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അന്ന് പറഞ്ഞ് ഞാൻ പറയത്തില്ല നിങ്ങളടുത്ത്, അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. എന്തായാലും ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തിട്ടില്ല. ബാൻ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്, നിങ്ങളത് പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യും, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം വഴിയെ. അപ്പം ഹലോ ഞാൻ യൂസ് ചെയ്തതാണ്, പക്ഷേ ഞാനിപ്പോൾ ഹലോ ഒഴിവാക്കാൻ തയ്യാറാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ആപ്ലിക്കേഷൻ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ചാറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് ഈ അടുത്തിടയ്ക്കാണ് അറിയാൻ പറ്റും, ഷെയർ ചാറ്റ് ഇന്ത്യൻ കമ്പനിയാണ്. അപ്പം നേരെ ഹലോ കളയുന്നു, ഷെയർ ചാറ്റ് ഇടുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ ഫോണിൻ്റെ അകത്ത് ഹലോ ഉണ്ട്, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാണ്. ഹലോ വേണ്ട, നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഷെയർ ചാറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി തൊട്ട് ഞാൻ ഷെയർ ചാറ്റ് യൂസ് ചെയ്യാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല, പിന്നെ വേറെ ആരാണ് നമ്മുടെ രാജ്യത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ഫേമസ് ചൈനീസ് ആപ്ലിക്കേഷനാണ് യൂസി ബ്രൗസർ. മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും. യൂസി ബ്രൗസർ ഈ അടുത്തിടയ്ക്ക് വൺ ചവർ ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. കാരണം ഉള്ള ബ്ലോഡ് വെയേഴ്സും പരസ്യങ്ങളും കൊണ്ട് നിറഞ്ഞേക്കുവാണ് യൂസി ബ്രൗസർ. ഞാൻ കുറച്ച് കാലം മുമ്പ് വരെ യൂസി ബ്രൗസർ ആയിരുന്നു സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ അതും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഫ്രണ്ട്സ്, നിങ്ങൾ ആരും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അൺഇൻസ്റ്റാൾ യൂസി ബ്രൗസർ എടുത്തു അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാണ്. കാരണം നമ്മുടെ ഗൂഗിളിൽ തന്നെ ക്രോം ഉണ്ട്, കിടിലം. ഒരു പരസ്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ചവറ് പരസ്യങ്ങളോ ഒന്നും ക്രോമിലില്ല ഫ്രണ്ട്സ്. പക്ക ആപ്ലിക്കേഷനാണ് ക്രോം. യൂസി ബ്രൗസർ ഒത്തിരി കൊള്ളലാഭം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കേട്ടു ചൈനീസിന്. അങ്ങനെ വേറെ രാജ്യത്തിന് എനിക്ക് പേഴ്സണൽ അഭിപ്രായം, ഞാനൊരു ഇന്ത്യക്കാരൻ എനിക്ക് നമുക്ക് അത്യാവശ്യം ഉള്ളത് ഞാൻ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം വേണമെങ്കിൽ കളയാൻ പറ്റുമെന്ന് തോന്നുന്ന കുറേ ആപ്ലിക്കേഷനിൽ ഒന്നാണ് യൂസി ബ്രൗസർ. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ്. ഹലോയെപ്പറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഏകദേശം 40 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, ഹലോ വേറെ ലെവലാണ്. ഹലോയ്ക്ക് മൾട്ടി ലാംഗ്വേജ്, ഇന്ത്യയിലോട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ലാംഗ്വേജും സപ്പോർട്ടാവും. അപ്പം ഹലോ അടിപൊളിയായിരുന്നു, പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ ഹലോ കളയുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഫേമസ് ആപ്ലിക്കേഷൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ഷെയർ ഇറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും എക്സെൻഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലർ പറയും ഷെയർ ഇറ്റ് ആണ് നല്ലത്, ചിലർ പറയും എക്സെൻഡർ ആണ് നല്ലത്. അപ്പം ഷെയർ ഇറ്റ് ഒരു പക്ക ചൈനീസ് കമ്പനി നിർമ്മിച്ച ആപ്ലിക്കേഷനാണ്. അപ്പം അത് ഞാൻ ഷെയർ ഇറ്റ് പൊതുവെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഫോണിലുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ എക്സെൻഡറാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സെൻഡർ വഴി ഞാൻ പറയാം, കാരണം നിങ്ങൾ വിചാരിക്കും അപ്പം ഞാൻ എക്സെൻഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സെൻഡർ ചൈനീസ് ആപ്ലിക്കേഷൻ ആണോ, നിങ്ങൾ കേട്ട് കാണും. എക്സെൻഡർ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ, അപ്പോൾ എക്സെൻഡർ ഞാൻ കളയുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഷെയർ ഇറ്റ് എന്തായാലും ഇപ്പം കളയുകയാണ്. ഷെയർ ഇറ്റും ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്.
അടുത്ത ചൈനീസ് ആപ്ലിക്കേഷൻ വിഡ്മേറ്റ്. നിങ്ങൾ കേട്ട് കാണും, ഒരു വീഡിയോ സ്റ്റാറ്റസ് ആക്കി ഇടാനും പിന്നെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണാൻ യൂസ് ചെയ്യാൻ പറ്റും. കുറേ പേര് യൂസ് ചെയ്യും, പക്ഷേ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ. പണ്ട് യൂസ് ചെയ്യായിരുന്നു, ഇപ്പോൾ എൻ്റെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. വിഡ്മേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. വിഡ്മേറ്റും ചൈനയിലെ ഒരു ടോപ്പ് ആപ്ലിക്കേഷനാണ്. ഈ ചൈനയിലെ എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കൽ, ചൈന കമ്പനി നിർമ്മിച്ച ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. ഫ്രണ്ട്സ്, അടുത്ത എക്സെൻഡർ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയണം. ഇപ്പം പൊതുവെ എല്ലാവരും എക്സ്റ്റൻഡറാണ് യൂസ് ചെയ്യുന്നത്. അതിനെ ഒഴിച്ചുകൂട്ടി വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ എക്സ്റ്റൻഡറും കളയും. ഇപ്പം തൽക്കാലം എക്സ്റ്റൻഡർ കളയുന്നില്ല, കാരണം നമുക്കിപ്പോൾ ഫയൽ ഫ്രണ്ട്സിനെല്ലാം അത്യാവശ്യം എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതെല്ലാം പറ്റത്തില്ലല്ലോ. നമ്മൾ ആവശ്യമുള്ളത് അതുപോലെ ആവശ്യമുള്ളത് ഞാൻ വെക്കുകയാണ്, അല്ലാത്തത് കളയുകയാണ്. അപ്പം എക്സ്റ്റൻഡർ നിർത്തുകയാണ്. എന്തെങ്കിലും വേറൊരു നല്ല കമ്പനിയുടെ ഷെയർ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ക്യാം സ്കാനർ എന്നൊരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാം, നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും ഒക്കെ സ്കാനായിട്ട് പ്രിൻ്റ് രൂപത്തിൽ ആക്കാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിത് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക, കാരണം ഒത്തിരി ഡേറ്റാസ് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ചോരാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, കാരണം ഇതൊരു ചൈനീസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഡേറ്റാസ് എല്ലാവർക്ക് അവരുടെ ഡേറ്റാസ് എല്ലാവരും ചിലപ്പം പ്രൈവസി നമ്മുടെ കീപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മാക്സിമം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാം സ്കാനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ കളയാതായിരിക്കും നല്ലത്. ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്നില്ല. അടുത്ത ബ്യൂട്ടി പ്ലസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ബ്യൂട്ടി പ്ലസും ഒരു മെയ്ഡ് ഇൻ ചൈന ആപ്പാണ്. അത് ഫിൽറ്റേഴ്സും അതൊക്കെ ഫ്രണ്ട് ക്യാമറ ഫിൽറ്റേഴ്സും അതുപോലെ എഡിറ്റിങ്ങിനും ഒക്കെ ഫോട്ടോ എഡിറ്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അത് ഞാൻ യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആരും യൂസ് ചെയ്യുന്നുണ്ട് എനിക്കറിയാൻ വയ്യ. അതും ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ ചൈനീസ് ഫേമസ് ആപ്ലിക്കേഷൻ പബ്ജി ആണ്. പബ്ജി ടോപ്പ് ആയിട്ടുള്ള ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ പബ്ജിയും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പോകുന്നത്. കാരണം പബ്ജി ഞാൻ പബ്ജി കളിക്കുന്നവരാണ്, പക്ഷേ പബ്ജി ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പോവാണ്. പബ്ജി കളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പബ്ജി കളയാൻ കാര്യം ഒരു ചൈനീസ് ആയിട്ടൊരു ബന്ധമുള്ള ആപ്ലിക്കേഷൻ കളയാൻ. പബ്ജി സൗത്ത് കൊറിയയിൽ നിന്നുണ്ടായിരുന്ന ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് പബ്ജി സൗത്ത് കൊറിയയിൽ. അതിനെപ്പറ്റി കൂടുതൽ വരും, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കി. സംഭവം പബ്ജി സൗത്ത് കൊറിയ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഉണ്ടായതാണ്. പബ്ജി കോർപ്പറേഷനാണ് ഈ ഒരു പബ്ജി ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ നിന്ന് ബ്ലൂ ഹോൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അപ്പം പബ്ജി മൊബൈലിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പബ്ജി PC ആണ് സൗത്ത് കൊറിയയിൽ നിന്നുള്ളത്. പക്ഷേ പബ്ജി PC 2017 റിലീസായതാണ്. അത് ഉടനെ തന്നെ ഒത്തിരി ഫാൻസും ഫേമസ് ആയി. ഈ പബ്ജി PC ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവർ പബ്ജി മൊബൈലിലേക്ക് ജമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവർ വേറൊരു കമ്പനിയെ സമീപിച്ചു. അത് ടെൻസെന്റ് എന്ന് പറഞ്ഞ ഒരു ഗെയിം കമ്പനിയാണ്. ഇത് ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. മെയിൻലി പബ്ജി വന്നിരിക്കുന്നത് സൗത്ത് കൊറിയയിൽ നിന്നാണ്. ടെൻസെന്റ് ഗെയിംസ് എന്ന് പറയുന്നത് പബ്ജി മൊബൈലിൽ ഇതൊരു റെന്റ് അങ്ങനെയൊക്കെ പറയത്തില്ല, അതുപോലെ എടുത്തേക്കുന്ന ഒരു ലീസ് എടുക്കാനൊക്കെ പറ്റില്ല, അതുപോലത്തെ ഒരു കമ്പനിയാണ്. അപ്പം ഒറിജിനലി പബ്ജി കൊറിയൻ ബേസ് ആണ്, സൗത്ത് കൊറിയൻ ബേസ് ആണ്. അപ്പം ആരും പബ്ജി അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് പബ്ജി മൊബൈൽ വന്നിരിക്കുന്നത് ചൈനീസ് ആണ്, പക്ഷേ പബ്ജി ഉറവിടം വന്നിരിക്കുന്നത് സൗത്ത് കൊറിയയിൽ നിന്ന്. അപ്പോൾ ആരും അങ്ങനെ ആ ഒരു മനസ്സുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ പബ്ജി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പബ്ജി അഥവാ ബാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഫൈനലി ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് ഞാൻ പറയാം. ഫസ്റ്റ് UC ബ്രൗസർ, രണ്ടാമത്തെ ഷെയർ ഇറ്റ്, അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഹെലോ ആയിരുന്നു. അപ്പോൾ ഹെലോ എനിക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു, പക്ഷേ ഞാൻ ഷെയർ ചാറ്റ്, ഇന്ത്യൻ കമ്പനിയായ ഷെയർ ചാറ്റ് ഉള്ളതുകൊണ്ട് ഹെലോ നേരെ തട്ടിക്കളഞ്ഞിട്ട് നേരെ ഷെയർ ചാറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നോ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്നോ ഞാൻ പറയുന്നില്ല, അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നാളെ വീണ്ടും കാണാം.